നോക്കൂ, ഇത് ഗാന്ധിയിൽ തുടങ്ങിയ ഒരു വിഷയമല്ല. ഇത് ഗാന്ധിയിൽ തുടങ്ങിയ വിഷയമല്ല എന്ന് പറയാൻ കാരണം നിഷാദിന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. ഈ നെയ്മിങ് എന്ന് പറയുന്നത് മാറ്റുന്നു, ഈ പേരുകളെല്ലാം മാറ്റുന്നു നമ്മൾ കണ്ടു. ആരുടെ പേരുകളാണ് ആദ്യം മാറ്റിയത്? ഈ നാട്ടിൽ ഒരുപാട് വർഷം, 250 വർഷത്തിൽ മേളിൽ ഭരിച്ച, ബാബറിൽ തുടങ്ങി ഭരിച്ച മുഗൾ രാജാക്കന്മാരുടെ പേരിലുള്ള കാര്യങ്ങളാണ് ആദ്യം മാറ്റിയത്. അവിടുന്നാണ്. അത് കഴിഞ്ഞ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഡീകോളനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തി. അപ്പോൾ ആദ്യം ഇസ്ലാമിക് ട്രേസസിനെ എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞ് ഈ ബ്രിട്ടീഷ് ട്രേസസ് അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ട്രേസസിനെ എടുത്തു കളഞ്ഞു. ഇപ്പം എന്താ എടുത്തു കളയുന്നത്? ഇപ്പം ഇന്ത്യൻ നാഷണലിസ്റ്റുകളുടെ ട്രേസസ് എടുത്തു കളയുന്നത്. അങ്ങനെ വേണം അതിനെ കാണാൻ. അതാ പറഞ്ഞ അതിനകത്തൊരു ക്ലാരിറ്റി വരേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു ക്ലാരിറ്റിക്ക് ഞങ്ങൾക്ക് കുറവില്ല. ആദ്യം മുസ്ലിങ്ങളുടെ ട്രേസസ് എല്ലാം കൂടെ കളഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയുക, വ്യക്തമായി ആൾക്കാർക്ക് ചെല്ലേണ്ടതുണ്ട്. അടുത്തത് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ട്രേസസ് എടുത്ത് കളഞ്ഞു. അടുത്തത് ഇന്ത്യൻ നാഷണലിസ്റ്റുകളെ ഈ നാഷണലിസ്റ്റ് മൂവ്മെന്റിനകത്ത് ഒന്നും ഒരിടത്തും വന്നിട്ടില്ലാത്ത ആൾക്കാർക്ക് ഈ അധികാരം കിട്ടിക്കഴിയുമ്പം പുറകോട്ട് ഇറങ്ങി എന്തും നശിപ്പിക്കാം എന്നുള്ള ഒരു രീതി അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കാര്യം അതിന് ക്ലാരിറ്റി വന്നു. ഞാൻ ഇതിനകത്ത് ഗാന്ധിയെക്കുറിച്ച് പറയുമ്പം കിങ് ജൂനിയറിൻ്റെ അസാസിനേഷൻ കഴിഞ്ഞ് ഒരു കാർട്ടൂൺ വരുന്നുണ്ട്. ഞാൻ അതിനകത്ത് ഒരു ലൈൻ വായിക്കാം. കാർട്ടൂൺ ലോകപ്രസിദ്ധമായ കാർട്ടൂണാണ്. ഗാന്ധി കിങ്ങിനോട് പറയുകയാണ്, സ്വർഗത്തിൽ വെച്ചാണ്. The odd thing about assassins, Dr. King, is that they think they have killed you. നിങ്ങളെ കൊന്നു എന്നാണ് അവർ കരുതുന്നത്. ആരെ കൊല്ലാമെന്ന ആൾക്കാർ കരുതുന്നത് നിങ്ങളെ കൊന്നു എന്നാണ്. ഗാന്ധിജിയുടെ പേര് എത്രയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ ഏതൊക്കെ പേര് മാറ്റിയാലും അത് വീണ്ടും 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 മുഴങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഗാന്ധിയുടെ ട്രേസസിനെ മാറ്റാൻ ശ്രമം നടത്തുമ്പം ആ ശ്രമത്തിനെതിരെ പ്രതികരിക്കാൻ ഒരു വലിയ ലോകം ഇവിടെ ഉണ്ട്. അത് ഇന്ത്യയിൽ മാത്രം നിൽക്കുന്ന സെക്യുലർ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിൽ നിൽക്കുന്ന ആൾക്കാരല്ല, ഈ ലോകത്തുള്ള ജനത മൊത്തം ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. ലോകത്തുള്ള ജനത, അതാണ് അതിൻ്റെ രാഷ്ട്രീയം. അടുത്തത് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മാക്രോ എക്കണോമിക് ബ്ലണ്ടറാണ്. അതിനെനിക്ക് ഒരു സംശയമില്ല കാര്യത്തിൽ. ഈ ഡിമോണിറ്റൈസേഷൻ പോലെ ഒരു ബ്ലണ്ടറായിട്ട് തന്നെ ഞാൻ ഇതിനെ കണക്കാക്കുന്നു. ഇത് നോക്കൂ, ഇവർ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, 100 ദിവസത്തെ ജോലി എന്നുള്ളത് 125 ദിവസത്തെ ജോലിയാക്കി. എന്നിട്ട് ചെയ്തെന്താ? 40% ഫൈനാൻഷ്യൽ ബേർഡൻ സ്റ്റേറ്റിന് കൊടുത്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന 50 ബാക്കിയുള്ള 60 തന്നെ ഇവർ കൊടുക്കുമെന്ന്? ടൈംലി ആയിട്ട് ഇവർ എന്താണ് സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുത്തിട്ടുള്ള ഈ രാജ്യത്തുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന ഏതേലും സംസ്ഥാനത്തിന് പണം ഇവർ കൊടുക്കുന്ന ഒരു കാര്യമുണ്ടോ? ഇവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എത്ര ലിറ്റിഗേഷനാണ് നടത്തുന്നത്? നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ്, ഏത് രീതിയിലാണ് ഇവിടുത്തെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ പ്രതിപക്ഷം ഭരിക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ബി ജെ പി ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. ഇവർ പറയുന്ന കണക്കാണെങ്കിൽ 25 ദിവസം വേണ്ട, നിങ്ങൾ 100% ഇതാ, നമ്മൾ വേറെ അഡീഷണൽ 40% വെച്ചിട്ട് വേറെ വർക്ക് കൊടുത്തോളാം. കാര്യം ഈ അലോക്കേഷൻ്റെ 40% നമ്മളാണല്ലോ കൊടുക്കേണ്ടത് അല്ലേ? ആ അലോക്കേഷൻ്റെ 40% വർക്ക് നമ്മൾ ഈ നരേഗ ആൾക്കാർക്ക് ജോലി കൊടുത്തോളാം, നിങ്ങൾ മൊത്തം പൈസ ഇതാ. ഇതൊന്നും അല്ല കളി. ഇതിനെ നശിപ്പിക്കാനായിട്ടുള്ള കളി തന്നെയാണ് നടക്കുന്നത്. കാര്യം ഇവിടെ ഈ ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ വരവാണ്. ഈ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ വേജ് ലേബറെ ഉണ്ടാക്കി നിർത്തി അവൻ്റെ സൗകര്യത്തിനനുസരിച്ച് പട്ടിണി പാവങ്ങളെ ഉണ്ടാക്കി ഈ ദാരിദ്ര്യമുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അതിലും ചെറിയ രീതിയിൽ തൊഴിലെടുക്കാൻ വേജ് ലേബറായി മാറാൻ ഉള്ള അന്തരീക്ഷം ഈ രാജ്യത്ത് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ലേബർ കോഡുമായിട്ട് ചേർത്ത് വായിക്കണം. അതാ പറഞ്ഞു, ലേബർ കോഡുമായിട്ട് ചേർത്ത് വായിക്കേണ്ട വിഷയമാണിത്. എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, ഈ പറയുന്ന പദ്ധതികൾ, ഓരോ പദ്ധതികളും നിങ്ങൾ ആരോഗ്യരംഗത്ത്, മറ്റ് രംഗത്ത്, ഏത് രംഗത്ത് വേണേൽ എടുത്തു നോക്കൂ, ക്യാപിറ്റലിസ്റ്റ് ട്രേസസ് ഉള്ളവർക്കാർ കൊടുക്കുക. അല്ലാതെ ഇവിടുത്തെ പാവങ്ങൾക്ക് ഗുണപ്രദമായ ഒരു രീതിയിലുള്ള ഇടപെടൽ ഈ സർക്കാർ നടത്തുന്നില്ല എന്നുള്ളത് ഒരു സത്യസന്ധ കാര്യമാണ്. ഇവർ ഫോളോ ചെയ്യുന്ന ഒരു എക്കണോമിക് ട്രിക്കിൾ ഡൗൺ തിയറിയാണ്. മേളിലുള്ളവന് കൊടുത്താൽ ഇത് താഴേക്ക് വരും. ഇതൊരിക്കലും താഴേക്ക് എത്താറില്ലാത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ആണ് ഇവിടെ ഉള്ളത്. കാര്യം ഇവർ പരമാവധി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന അവസ്ഥയാണ്. നോക്കൂ, ഈ പറയുന്നതിനകത്ത് നിഷാദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനൊരു പോസിംഗ് പീരീഡ് ഉണ്ട്. എത്ര? 60 ദിവസം. 60 ദിവസം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ്? ഹാർവെസ്റ്റിംഗ് സീസൺ ഉണ്ട്, സോയിങ് സീസൺ ഉണ്ട്. ഈ 2 സീസണിലും ഇതിനകത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഇടപെടുന്ന സ്ത്രീകളാന്ന് ഓർത്തോണം, പുരുഷന്മാരല്ല ഇതിന് പോകുന്നത്. ഇവർ പറയുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടല്ലോ, ഏതൊക്കെ ഷെഡ്യൂളിൽ ഇത് വർക്ക് ചെയ്യാമെന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. അവരുടെ 7th
ഇത് ഫോക്കസ് പ്രോജക്റ്റുകൾ, അതിൻ്റെ 5th പോയിന്റ്, അതിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇവിടുത്തെ ആൾക്കാർ സ്കിൽഡ് ആണെങ്കിൽ എത്ര നാളെടുക്കും അറിയാമോ? അത് സ്കിൽഡ് ആണെങ്കിൽ എത്ര നാളെടുക്കും? അപ്പം എനിക്ക് നിഷാദ് ചോദിച്ച പോലെ ഇതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും പേര് മാറ്റുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചും അത് കഴിഞ്ഞ് അതിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയത്തെക്കുറിച്ചും എനിക്കൊരു സംശയവുമില്ല. ഇത് പരമാവധി ബേർഡൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുക, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഞെരുക്കുക, അതുവഴി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. ആൾക്കാർ പണം കൈ കിട്ടുമ്പോൾ ആൾക്കാർ സ്പെൻഡ് ചെയ്യുമ്പം വീണ്ടും ഡിമാൻഡ് വർദ്ധിക്കുമ്പം GDPക്ക് ഗുണമാണ്. ഈ സിമ്പിൾ ലോജിക്കാണ്. ഇതിനെ നശിപ്പിക്കുന്ന രീതിയിൽ മാത്രമാണ് ഇവിടെ നടന്നത്.